ഇന്നാർക്കും ആരെത്തൊട്ടും എന്തും പറയാം. പരദൂഷണമാവട്ടെ, ഏഷണിയാവട്ടെ, കുത്തുവാക്കാവട്ടെ, കോപം നിയന്ത്രിക്കാൻ പറ്റാത്ത തെമ്മാടിത്ത സ്വഭാവത്തിന്റെ വർത്തമാനമാകട്ടെ, ആർക്കും പറയാം എന്ന ഒരു ധാരണ ഇന്ന് മുസ്ലിം സമുദായത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. കൂടെ പറയട്ടെ, പരദൂഷണം പറയുന്നത് മാത്രമല്ല, എഴുതിവിടുന്നതും പരദൂഷണത്തിൽപ്പെടും, ഫോർവേഡ് ചെയ്യുന്നതും പരദൂഷണത്തിൽപ്പെടും, ഊഹിച്ചു പറയുന്നതും അപവാദത്തിൽപ്പെടും. ഉള്ളത് പോലും പറയാൻ ഇസ്ലാം അവകാശം നൽകിയിട്ടില്ല. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ ആധുനിക കാലഘട്ടത്തിലെ കണ്ടുപിടുത്തമായ മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിയപ്പോ ഒരു ദിവസം ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജുകളെ പറ്റി ഒരു തവണ ചിന്തിച്ചിരുന്നെങ്കിൽ അള്ളാന്റെ നരകത്തിൽ നിന്നും ഒരുപാട് കാലം ദൂരത്തേക്ക് നടക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമായിരുന്നു. ഓരോ വാക്കുകളും 1000 മനസ്സുകളെ വേദനിപ്പിച്ച് മറ്റുള്ളവരുടെ മൊബൈലുകളിലേക്ക് പറക്കുമ്പോ ഫോർവേഡ് ചെയ്യുന്നവരെ, പറയുന്നവരെ, നിർമ്മിക്കുന്നവരെ, സംസാരിക്കുന്നവരെ, മൗനാനുവാദം കൊടുക്കുന്നവരെ പടച്ച റബ്ബ് പഠിപ്പിച്ചൊരു വാക്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ഇജ്തനിബൂ കസീറൻ മിനൽ വന്നി, ഊഹത്തിൽ നിന്ന് പലതും നിങ്ങളങ്ങ് ഒഴിവാക്കിയേക്കണം. അതൊരു മുസ്ലിമിന് ചേർന്നതല്ല. ഒരു മുസൽമാന്റെ ജീവിതത്തിൽ ഖുർആൻ ഓതുന്നവന് ഒരിക്കലും ചേർന്നതല്ല. കാരണം ഇന്ന ബാദുൽ വന്നി ഇസ്മുൻ, ഊഹങ്ങളിൽ അധികവും അത് അപവാദങ്ങളാ, പാപങ്ങളാ. എന്തേ അവൻ അതിലെ പോകാൻ, എന്തേ അവൻ ഇതിലെ പോകാൻ, എന്തേ അവൻ അവിടെ എത്തുമ്പോ ഓണടിക്കാൻ, എന്തേ അവന്റെ മൊബൈലിൽ മാത്രം അങ്ങനത്തെ ഒരു മെസ്സേജ് വരാൻ, എന്തിനാ മാറിയിരുന്നവൻ സംസാരിക്കുന്നത്, എന്തിനാ അവൾക്ക് അവന്റെ ഒരു മെസ്സേജ് എന്ന ഒരു ഊഹം, ആ ഊഹത്തിന്റെ പിന്നാലെ പോകല്ലേ. വലാ തജസ്സസൂ, ചാരപ്പണി ചെയ്യുകയും ചെയ്യരുത്. ഇരട്ട സ്വഭാവം. ഒരുത്തന്റെ അരികിൽ ചെന്ന് അവനോട് കൂട്ടുകൂടി അവന്റെ മനസ്സിലുള്ളതൊക്കെ കിട്ടാൻ വേണ്ടി അവൻ ഇഷ്ടപ്പെട്ട സംസാരവുമായി അവളുടെ കൂടെ കൂടും. എന്നാൽ അവിടുന്ന് കിട്ടിയത് അവന്റെ എതിരാളിയുടെ അരികിൽ ചെന്ന് അതൊന്ന് പരത്തിപ്പറഞ്ഞ് അവന്റെ കിട്ടാനുള്ളതും കിട്ടും. ഇത് രണ്ടും മനസ്സിലിട്ട് കാത്തിരിക്കുന്ന സുഹൃത്ത് വലയത്തിന് വിളമ്പിക്കൊടുക്കുന്ന മുസ്ലിമേ, വലാ തജസ്സസൂ, ചാരപ്പണി പോലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. വലാ യഅ്തബ് ബഅ്ലുകും ബഅ്ലാ, അന്യോന്യം കുറ്റങ്ങളും കുറവുകളും പറയല്ലേ. ഉണ്ടാകും, മനുഷ്യരാണോ, കുറ്റങ്ങൾ ഉണ്ടാകും. കുല്ലുബിനി ആദമ ഖത്താഊൻ, ആദമിന്റെ മക്കൾ പാപികളാ, പാപത്തോട് മനസ്സടുക്കുന്നവരാ. ആ പാപം അവര് തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു കൊടുക്കും. പറഞ്ഞു നടന്നാൽ അല്ലാഹു നിങ്ങളെ കുറ്റവാളിയാക്കും. അവനത് ചെയ്തോ, നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടില്ല. അവനങ്ങനെ കാണിച്ചോ, നിങ്ങളോട് 10 കോപ്പിയടിക്കാൻ അല്ലാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചിട്ടില്ല. അന്യോന്യം പരദൂഷണം പറയല്ലേ. കാരണം അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈത ഫകരിഹ്തുമൂഹു, മരിച്ചു കിടക്കുന്ന സഹോദരന്റെ, സഹോദരിയുടെ പച്ച മാംസം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ പരദൂഷണം പറയരുത്, കുത്തുവാക്ക് പറയരുത്. ചിലരുടെ മനസ്സുകൾ വേദനിപ്പിക്കാൻ ആളുകൾ തെരഞ്ഞെടുക്കുന്ന ഏറ്റവും വലിയ വാക്ക് കുത്തുവാക്കുകളാണ്. വൈലു കുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തിപ്പറയുന്നവർക്കും അവഹേളിക്കുന്നവർക്കും നാശമാ, വൈലുല്ലഹു നാശമാ. അതുകൊണ്ട് കുത്തുവാക്ക് പറയല്ലേ, തമ്മാടിത്തം പ്രകടിപ്പിക്കല്ലേ, കോപം നിയന്ത്രിക്കണേ, ദേഷ്യമുണ്ടാവരുതേ. ലോകത്തിന്റെ തിരുദൂതന്റെ അരികിൽ വന്ന് ഒരു സ്വഹാബി ചോദിച്ചില്ലേ, അല്ലാഹു പ്രവാചകരെ, എനിക്ക് പോണം, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. സുമ്മ, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ലാ തഗ്ളബ്, നീ കോപിക്കരുത്. സുമ്മ, പിന്നെയോ നബിയെ, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. ആളുകൾക്ക് മൂക്കത്താ ദേഷ്യം. ആ ദേഷ്യത്തെ ചിലർ രോഗമായി, ഞാൻ അവന് സൂക്കേടുള്ളത് കൊണ്ട ദേഷ്യം. ലോകത്തിന്റെ തിരുദൂതൻ അങ്ങനെ ഒരു മാർഗം പഠിപ്പിച്ചിട്ടില്ല. നമ്മളെക്കാൾ പരീക്ഷിക്കപ്പെട്ടവരും നമ്മളെക്കാൾ സങ്കടപ്പെട്ടവരും ആയിരക്കണക്കിന് സഹാബാക്കൾ ഉണ്ടായിട്ടും 4ഉം 5ഉം രാവുകളിൽ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടും കമാ എന്നൊരക്ഷരം മോശമായി സഹാബത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പട്ടിണിയോ രോഗമോ സങ്കടങ്ങളോ മറ്റതൊന്നും നമ്മളെ കോപത്തെ ന്യായീകരിക്കാൻ കാരണമാകരുത്. കോപം അശ്ശൈത്വാൻ, അത് പിശാചിൽ നിന്നുള്ളതാ. സംസാരത്തിന്റെ രംഗത്ത് ആ മാന്യത കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഓരോ വാക്ക് പറയുമ്പോഴും ഞാനത് പറയണോ, ഞാനത് ഫോർവേഡ് ചെയ്യണോ എന്ന് ചിന്തിക്കണം. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അല്ലാഹു
പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഫൽയഖുൽ ഖൈറൻ, അല്ലെങ്കിൽ മുന്നേ പറയുമ്പോ നമ്മളെ നന്മയാ പോകുന്നത്, പറയുമ്പോ നമ്മളുടെ കുറ്റമാ കൂടുന്നത്. അതുകൊണ്ട് എന്തായാലും വാശിപ്പുറത്താണെങ്കിലും ദേഷ്യപ്പുറത്താണെങ്കിലും നിയന്ത്രിക്കാനാവാത്ത പെരും